മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഭക്തിഗാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായില്ല ആ ഒരു സോങ്ങിൽ. പിന്നെ ഞാൻ പറയായിട്ടാണ് ഒരു 2 സിനിമ നമ്മുടെ തെയ്യം ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ നിതീഷ് ചേട്ടാ, അപ്പോൾ ഈ ഫോക്ലോർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് കിട്ടാൻ വേണ്ടി നമ്മളെ എങ്ങനെ ഏത് രീതിയിലാണ് അത് കിട്ടുക? ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൊയിലാണ്ടിയിലുള്ള കാവുംപട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. പിന്നെ അത്രയും വലിയൊരു തെയ്യം കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം 20 വർഷമായി ഈ തെയ്യം കലാ രംഗത്ത് ഉള്ള ഒരാളാണ്. പിന്നെ ഞാൻ പറയാൻ വന്നൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബാലുശ്ശേരി തച്ചങ്കണ്ടിക്കാവിൽ അദ്ദേഹത്തിൻ്റെ തെയ്യം കാണാൻ പോയിരുന്നു. പിന്നെ തീക്കുട്ടിച്ചാത്തൻ ആ തെയ്യം കണ്ട് അന്നേരം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊന്ന് നേരിട്ട് കാണണം. പിന്നെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം. അവിടെ അങ്ങോട്ട് തിരക്കുകൊണ്ട് അങ്ങ് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നതിലിടയ്ക്ക് തന്നെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഞാൻ കാണാൻ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മളെ സമീപിച്ചപ്പോൾ ഞാൻ എന്തായാലും ഇവരെ ഒന്നൊന്ന് കാണാൻ വെച്ച്. ഞാൻ പേര് പറഞ്ഞില്ല, നിതീഷ് പെരുവണ്ണ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിന് പോയി കാണാം. നമസ്കാരം നിതീഷ് ചേട്ടാന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് വലിയൊരു നന്ദി പറയുന്നു. നമ്മളെ ഒന്നുമല്ലാതൊരു ഇപ്പം തുടങ്ങിയൊരു ചെറിയ ചാനൽ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിച്ച്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പേര് വരലുണ്ട്. കുറേ പേര് അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഇത് അച്ഛനാണ്. അച്ഛൻ്റെ പേര് ശ്രീധരൻ. ആദ്യം ഇവിടെ നമ്മൾ തെയ്യം അതുപോലെ തന്നെ തെറയാട്ടങ്ങളൊക്കെ കെട്ടുന്ന ആളായിരുന്നു. പിന്നെ ഇത് അമ്മയുടെ പേര് നളിനി. ഇത് ഏട്ടനാണ്. ഏട്ടനും നമ്മളെ ഫീൽഡിൽ ഇപ്പോൾ ഉണ്ട്. തെറയും തെയ്യങ്ങളൊക്കെ കെട്ടലുണ്ട്. പേര് ശ്രീനീഷ് അമ്പാടി എന്നാണ്. ഇതാണ് നമ്മളെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ ഏട്ടൻ്റെ മക്കളൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൽ മൂത്തമായപ്പോൾ അത്യാവശ്യം തറകളൊക്കെ കിട്ടും. പിന്നെ അതിൽ ഇളയൊരാളുണ്ട്. അയാളും ഇപ്പം വിരലുണ്ട്. അത്യാവശ്യം തോറ്റങ്ങളും അഞ്ചടികളും എല്ലാം പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളൊരു കുടുംബ പശ്ചാത്തലം. ഇതാണ്. പിന്നെ അച്ഛൻ്റെ ഏട്ടനുണ്ട്, നമ്മളെ വല്യച്ഛന്മാരൊക്കെ പണ്ടത്തെ തിറയാട്ടത്തിൽ പേരെടുത്ത ആൾക്കാരാണ്. അപ്പോൾ നിതീഷ് ചേട്ടാ, നിങ്ങൾ തെയ്യങ്കല രംഗത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ 20 വർഷത്തിന് മേലെയായി എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും അവാർഡുകൾ അതുപോലത്തെ എന്തെല്ലാം കിട്ടിയത്? അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിലുപരി ഞാൻ കെട്ടിയാടുന്നൊരു അമ്പലത്തിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്ന്, ശ്രീ നടുവിലക്കണ്ടി ഭഗവതി ക്ഷേത്രം ഊരള്ളൂരിൽ നിന്ന് കൂട്ടേരി, അവിടെ നിന്ന് എനിക്ക് പട്ടുമളയിൽ നിന്ന് ആചാരപ്പേര് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നിതീഷ് പെരുവണ്ണാൻ എന്നുള്ളൊരു പേരിലേക്ക് എത്തുന്നത്. പട്ടുമളയും കിട്ടിയതിനെ കൊണ്ടാണ്. എനിക്ക് ആദ്യം കിട്ടിയ അംഗീകാരം ആ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു, നടുവിലക്കണ്ടി ക്ഷേത്രത്തിൽ നിന്ന് പട്ടുമളയും കിട്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പിന്നെ സംഘടന, ഒരുപാട് ക്ലബ്ബുകളെല്ലാം ആദരിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം വജ്ര ജൂബിലി ഫെലോഷിപ്പിലുണ്ടായിരുന്നു. ക്ലാസ് എടുക്കുക, തെയ്യത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ഒരു. അത് എല്ലാവർക്കും ഉണ്ട്. അത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിലാണ് അങ്ങനെ ഒരു വജ്ര ജൂബിലി എല്ലാ കേരളത്തിലെ എല്ലാ കലകളും ഉണ്ട്. അപ്പോൾ നമ്മളെ അനുഷ്ഠാന കലയായ തെയ്യത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ തെയ്യത്തിൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. തെയ്യത്തിൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ ഉത്ഭവങ്ങളും അതിൻ്റെ താളങ്ങൾ, അതിൻ്റെ ചമയങ്ങൾ, അതിനെപ്പറ്റി കൂടുതലൊന്ന് വിശദീകരിച്ച് കൊടുക്കുക അറിയുന്നവർക്ക്. ഇഷ്ടമുള്ളവർക്ക് ക്ലാസ് പങ്കെടുക്കാം. അത് അങ്ങനെ പങ്കെടുക്കുന്ന ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലേ ഈ സർക്കാരിൻ്റെ. അപ്പോൾ ശരിക്കും 1 വർഷമായിരുന്നു. പക്ഷേ അന്ന് കൊറോണ കാലത്ത് വീണ്ടും പിന്നെ അത് അടുത്ത റിക്രൂട്ട്മെൻറ്റ് അവിടെ ബ്ലോക്കായി നിൽക്കുകയും
അതുകൊണ്ട് നമുക്ക് തുടരാനുള്ളൊരു നിർദ്ദേശം വരികയും ചെയ്തു. പിന്നെ ഈ 2022 കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മളെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ വലിയ കാര്യമല്ലേ? അതുപോലെ പിന്നെ ഒരുപാട് വർഷം തെയ്യം കെട്ടിയവർക്കും ഇതൊന്നും കിട്ടണമെന്നില്ല. അതെ അതെ, എല്ലാവരും ഭാഗ്യമായിട്ട് കരുതുക. ഭാഗ്യം തന്നെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എന്നാൽ ഉള്ളിൽ കയറിയിട്ട് കിട്ടിയ അവാർഡെല്ലാം ഒന്ന് കണ്ടാലോ? ഓ, ഇതൊന്ന് പറഞ്ഞു തന്നാല്. ഇതാണ് യുവപ്രതിഭ അവാർഡല്ലേ? ഫോക്ലോർ അക്കാദമിന്റെ അവാർഡാണ്. പിന്നെ ഇതൊക്കെ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആദരിച്ച ക്ഷേത്രങ്ങളാണ്. പിന്നെ ഇത് കോട്ടയത്തുള്ള എൻ്റെ തീക്കുട്ടിച്ചാത്തൻ കണ്ടിട്ട് എടുക്കാൻ കോട്ടയത്തുനിന്ന് വന്നായിരുന്നു. അപ്പോൾ അയാൾ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്കൊരു ഗിഫ്റ്റ് തന്നാണ്. അത് എൻ്റെ ബാച്ച്, എൻ്റെ കൂടെ പഠിച്ച ആശ്രമ സ്കൂളെ മൊത്തമുള്ള ബാച്ച് അവർ തന്നതാണ്. ഇത് ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ട് തന്നതാണ്. നല്ല രസമായിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ. ഇത് ഇവിടെ കണ്ണൂർ അടുത്തുള്ള ബിജേഷ് വരച്ച് കൊണ്ട് തന്നാണ്. അതുപോലെ പിന്നെ നമ്മൾ കണ്ട തച്ചങ്കണ്ടിക്കാവിലെ അവിടുന്ന് കിട്ടിയതാന്ന് തോന്നുന്നത് അല്ലേ? തച്ചങ്കണ്ടിക്കാവില്. തച്ചങ്കണ്ടിക്കാവിന്ന് എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയാലോ അവർ ആദരിച്ചാണ് അത്. ഈ ഭാഗത്തുണ്ടല്ലേ? വെക്കാൻ സ്ഥലമില്ല. വെക്കാൻ സ്ഥലം ഒന്നും കൂടെ അടിക്കേണ്ടി വരുന്ന തോന്നുന്നു. ഇനിയും കിട്ടുമല്ലോ, അപ്പുറത്തുണ്ട്. എല്ലാം ഒന്ന് സെറ്റാവാനുണ്ട്. ഇത് ഞാൻ എൻ്റെ മാർഷ്യൽ ആർട്സ് ഞാൻ നടത്തുന്ന ക്ലാസ്സിലെ കുട്ടികളും അതുപോലെ തന്നെ മാസ്റ്റേഴ്സും തന്ന ഒരു ആദരവാണ്. പിന്നെ ബാക്കിയൊക്കെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നല്ല നാട്ടിലെ സംഘടനകളും അങ്ങനെ തന്നാണ്. പിന്നെ ഇത് ഞാൻ ഈ അടുത്തൊരു ഭക്തിഗാനം പാടിയിരുന്നു, ഒരു ക്ഷേത്രത്തിന് വേണ്ടി. അപ്പോൾ അതിൽ QFFK എന്ന് പറഞ്ഞ കൊയിലാണ്ടി ഫിലിം ഫെസ്റ്റിവൽ അല്ല, ഒരു സംഘടനയാണ്. ആ സംഘടന ഭക്തിഗാനത്തിന് എന്താ പറയുക അവാർഡ്, ആ ഭക്തിഗാനത്തിനൊരു സിംഗർ അവാർഡ് കിട്ടിയിരുന്നു. അതെങ്ങനെ പിന്നെ നിങ്ങളായിട്ട് ആൽബം വേണ്ടി ആൽബം ഉണ്ടാക്കി ആദ്യമായിട്ട് പാടിയത്? അതെ അതെ, അങ്ങനെയുള്ള ഭാഗ്യങ്ങളുണ്ടായിരുന്നല്ലേ? ഒരു പാട്ട് വേറൊരാള് ചെയ്തു വെച്ച പാട്ട് നമുക്ക് അത് കേട്ട് പഠിച്ചിട്ട് പാടില്ല. അതിന്റെ രചന എല്ലോ അവിടെ ഉള്ള ആള് തന്നെയായിരുന്നു. അല്ല എന്നാലും അത് ആദ്യമായിട്ട് നമ്മൾ അറിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് പാടാൻ അവർ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അത് നമ്മള് കെട്ടിയാടുന്ന ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അതിന് വിഷമം ഉണ്ടായിരുന്നു അല്ലെ? ആദ്യം തന്നെ വേഗത്തിൽ പഠിച്ചെടുത്ത് പാടാൻ പറ്റും? പഠിച്ചെടുത്ത് പാടി, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാടി പാടി എക്സ്പീരിയൻസോ അല്ലേ? അപ്പോൾ ഇതൊന്നുമല്ല, ഇനിയും ഒരുപാട് വലിയ വലിയ അവാർഡുകൾ കിട്ടാൻ വേണ്ടി ഭാഗ്യം ഉണ്ടായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് കിട്ടാനുള്ള ഒരു കാലിബർ നിങ്ങൾക്ക് ഉണ്ടെന്ന് നമ്മൾ അന്നത്തെ തീക്കുട്ടിച്ചാത്തൻ തെയ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിവിടെ തീരുന്നില്ല. ഇനിയും നമുക്ക് നിതീഷേട്ടനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്കെന്നാൽ പുറത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം അല്ലേ? ചങ്ങായിമാർ, നിതീഷേട്ടൻ്റെ അച്ഛൻ്റെ ഇടാം. പിന്നെ അച്ഛനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കാമല്ലോ. പണ്ട് മുതലേ അപ്പം ഈ അച്ഛൻ്റെ അടുത്ത് കണ്ടിട്ടായിരിക്കുമല്ലോ കുറേ നിതീഷേട്ടൻ പഠിച്ചത്. അപ്പോൾ അച്ഛാ നമസ്കാരം. പിന്നെ അച്ഛൻ പണ്ട് എന്തെങ്കിലും തെയ്യലും കെട്ടല്? ഭഗവതി, നാഗകാളി, പൂക്കുട്ടി, കരിങ്കുട്ടി, പിന്നെ മക്കള് കിട്ടിയാട്ടുണ്ടല്ലോ, അത് വേറെ ഒന്നുമില്ല. കേട്ടല്ലേ? അപ്പോൾ ചെറുപ്പം മുതലേ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? തെയ്യം കെട്ടുന്ന 15-ാമത്തെ വയസ്സ് മുതലല്ലേ? അപ്പോൾ ഇവര് പിന്നെ താല്പര്യത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ അകത്ത് ഇറങ്ങിയത്, അല്ലെങ്കിൽ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ്? അല്ല, താല്പര്യത്തോടു തന്നെയാണ് ഇറങ്ങിയത്. അതിനുള്ള ഇതും ട്രെയിനും കഴിച്ചു. രാത്രിയാണ് അതിൻ്റെ
കുട്ടിയും കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മളെ വീടിന്റെ ആ ഭാഗത്തെല്ലാം പിന്നെ ഇവരുണ്ട് ചെണ്ടോട്ടുന്ന പണിക്കർ. അപ്പൊ അവര് വീട്ടിൽ നിന്ന് ഇതുപോലെ മുട്ടി പഠിക്കുന്നതാണ്. അപ്പൊ അതുപോലെ രാത്രിയാണ് ഇതിന്റെ ഇതുണ്ടാവും അല്ലേ? അതെ, ആ രാത്രി ആ രംഗത്ത് പോയാൽ പിന്നെ അതെ പറ്റൂലല്ലോ അല്ലേ? പറ്റില്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ചേട്ടാ നിങ്ങൾ എന്തൊക്കെ തെയ്യങ്ങളാണ് കെട്ടാറ്? ഞാൻ എൻ്റെ ഒരു 14-15 വയസ്സിലാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. ഞങ്ങളൊരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പുത്തൻമുടി വെക്കുക ഒരു ചടങ്ങുണ്ട് ഇവിടെ. ആ പുത്തൻമുടി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് കിട്ടുമ്പോൾ ശ്രീ വാഴയക്കണ്ടി നാഗാളി ക്ഷേത്രത്തിൽ നാഗത്തിൻ്റെ മക്കളെ വേഷമാണ് ആദ്യം കെട്ടിത്തുടങ്ങുക. അത് കെട്ടിത്തുടങ്ങി കഴിഞ്ഞിട്ട് അത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആഴാവിൽ കരിയാത്തൻ ക്ഷേത്രമുണ്ട്. അവിടെ കരുമകൻ്റെ വെള്ളാട്ടോട് കൂടിയാണ് പുത്തൻമുടി പൂർത്തിയാകുന്നത്. അത് 2 സ്ഥലത്തും കെട്ടണം. ഇവിടെ കെട്ടിയാൽ നേരെ ആഴാവിൽ കെട്ടണം എന്നാണ് അതിൻ്റെ ഒരു പണ്ടേ ഉള്ളൊരു നിയമം. അത് കഴിഞ്ഞതിന് ശേഷം പുത്തൻമുടിയോ കഴിഞ്ഞാലോ ഒരുപാട് തെയ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ എടുത്തു പറയുന്നത് ഇപ്പോൾ കുട്ടിച്ചാത്തൻ തന്നെ കരിങ്കുട്ടി കെട്ടിയിട്ടുണ്ട്, തീക്കുട്ടി കെട്ടിയിട്ടുണ്ട്, പറക്കുട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യമേ മെയിനായിട്ട് കെട്ടൽ ഭഗവതിയായിരുന്നു. ഭഗവതി ഇപ്പോൾ നിങ്ങളെന്താ പറയുന്നത് പോതി തമ്പുരാട്ടി എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാം. പക്ഷെ ഇങ്ങോട്ട് ഭഗവതിത്തറ ഭഗവതിയായിരുന്നു കൂടുതലും കെട്ടർ. അങ്ങനെ പിന്നെ അതിൽ നിന്നൊക്കെ മാറി എല്ലാ വേഷങ്ങളും ചെയ്യണം തോന്നി. അങ്ങനെ മാറുപ്പുലി ചെയ്തിട്ടുണ്ട് ഇവിടെ മുതുകോട്ട് ക്ഷേത്രത്തിൽ. ഒരു അത്യാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തെയ്യമാണ്, തെറയാണ്. അത് മാറുപ്പുലി തെറ കെട്ടിയിട്ടുണ്ട്. പിന്നെ കരുമകൻ തെറ, പരദേവത, വേട്ടക്കുരുമകൻ എന്ന് പറഞ്ഞാൽ വേട്ടക്കുരുമകൻ കെട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളാട്ടങ്ങൾ, ഗുരുവിൻ്റെ വെള്ളാട്ടങ്ങൾ, തൊപ്പിച്ചമയം, പൂക്കട്ടി. തൊപ്പിച്ചമയം നിങ്ങൾ വെള്ളാട്ടിന് ഉപയോഗിക്കുന്നത് ഒരു തൊപ്പിമാതിരിയുള്ളൊരു സാധനമുണ്ട്. അതിന് അങ്ങോട്ട് എന്താ പറയാന്ന് അറിയില്ല. അത് കെട്ടിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം പയറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയോധന കുറച്ച് വേണമായിരുന്നു. നമ്മളെ ഗുരുവിന്റെ ഇതെല്ലാം ഭയങ്കര ആയോധന. അതിനൊരു തെയ്യാണ്. അതിന് ഉറുമി, വാള്, എല്ലാ കാര്യങ്ങളും. ആ ഗുരു തന്നെയാണ്. നമുക്ക് ഇവിടെ കാരണൂർ എന്നും പറയും, അല്ലെ ഗുരു എന്നും പറയും. വെള്ളാട്ടമാണ്. അങ്ങനെ അതിന് തെറയാണ് പൂക്കട്ടി വെച്ചിട്ടുണ്ടാകുക. അതിന് പിന്നെ വീരഭദ്രൻ കെട്ടിയിട്ടുണ്ട്, ചാമുണ്ടി കെട്ടിയിട്ടുണ്ട്. ചാമുണ്ടി എന്ന് പറയുമ്പോൾ ചാമുണ്ടി ഇവിടേക്ക് ചാമുണ്ടി എന്ന് വെച്ചാൽ നോർമൽ ചാമുണ്ടിയാണ്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടി ഒന്ന് നന്നാക്കിയ രീതിയിൽ പൊടിയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പൊടിയൊക്കെ വെച്ചിട്ട് ചാമുണ്ടി. പിന്നെ കണ്ടാകരണൻ കെട്ടലുണ്ട്, പിന്നെ അഗ്നിഭൈരവൻ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നില്ല, പറയുമ്പോൾ ഒരുപാട് ഓർത്തെടുത്ത് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഈ തെയ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകേണ്ടതായിരിക്കും അല്ലേ? അതെ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യം സാധനങ്ങൾ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യലുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കണ്ണൂർ ഭാഗത്തും അതുപോലെ തന്നെ പയ്യന്നൂർ ഭാഗത്തൊക്കെ. അവരൊക്കെ ശരിയായി തന്നിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് അകത്ത് കയറ്റിയാണ്. സീസണിൽ നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ തൂക്കിയിടലാണ് ചെയ്യുന്നത്. അതെ, 1-2 സാധനം കൂടി ഇനി കയറ്റാനുണ്ട്. ഇത് പിന്നെ സ്ഥിരം വെള്ളാട്ടത്തിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ ഒരു തെയ്യമുണ്ട് നമ്മളെ മലബാറിലെ ഒരു പ്രശസ്തമായ തെയ്യം അഴിമുറി. അഴിമുറി തറ കെട്ടി ഞാൻ ഇപ്പോൾ 3 വർഷമായി അഴിമുറി തറ കെട്ടുന്നു. അത്യാവശ്യം റിസ്ക് ഉള്ള ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു തെയ്യമാണ്. ശരിക്കും കാണണമെന്ന് ആഗ്രഹമുള്ള തെയ്യാണ്. അതെ, അപ്പോൾ അത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകുക. ഭഗവതിയാണത്, കോട്ടയ്ക്കലമ്മ, അങ്ങനെയാണ് ആ ഭഗവതിയുടെ പേര്. കോട്ടയിലാണ്. അതും കെട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ? അത് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 9 അഴിയാണ്. അത് മലബാറിൽ എനിക്ക് തോന്നുന്നു അവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്ര 9 അഴി. അല്ലാണ്ട് വടകര ഭാഗത്തൊക്കെ ഉണ്ട് അഴിമുറി. പക്ഷെ അഴിമുറി അത്ര ഒരു വലിപ്പം ഇല്ല. ഇവിടുത്തെ എൻ്റെ തൊട്ട് അത്ര ഹൈറ്റ് ഇല്ല. ഉയരം ഇവിടെ കൂടുതലാണ്. അതിപ്പോൾ 9 പ്രാവശ്യം കയറണം തിറക്കി അഴിമുറിക്ക്. അഴി നോട്ടത്തിന് ഒരു പ്രാവശ്യം. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. മലയിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കാട് പോലെയുള്ള മലയത് മലയാ വഴിയാണല്ലോ കയറി പോക്കണോ നല്ല ആൾക്കാർ?
നിതീഷേട്ടാ വേറെ പിന്നെ എന്തെങ്കിലും ഈ തെയ്യം കെട്ടൽ കൂടാണ്ട് വേറെ എന്തെല്ലാം നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഞാനൊരു മാർഷ്യൽ ആർട്സിൻ്റെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഒരു കരാട്ടയാണ് മെയിനായിട്ട്. അത് കോഴിക്കോടുള്ള വെസ്റ്റിൽ ഹെഡ് ഓഫീസായിട്ടുള്ള കാജുകാടോ കരാട്ടെ മാർഷ്യൽ ആർട്സ് അക്കാഡമി ദിലീപ് മാസ്റ്റർ ശിഷ്യനാണ്. ദിലീപ് മാസ്റ്റർ ശിഷ്യനായിട്ടുള്ള സുഭാഷ് മാഷാണ് എന്നെ കരാട്ടെ പഠിപ്പിച്ചത്. സുഭാഷ് മാഷ്, ഷിജു മാഷ്, സുജീഷ് മാഷ് അവരുടെ കീഴിലാണ് ഞാൻ ആദ്യം പഠിച്ചത്. അവിടെ തന്നെ പഠിച്ചത്? നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു ക്ലാസ്. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തേരം പിന്നെ മാസ്റ്ററെ കീഴിലായി, ദിലീപ് മാസ്റ്ററെ കീഴിലായി. പഠിക്കാനും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനുള്ള ട്രെയിനിങ്ങും ഒക്കെ അവിടെ നിന്ന് കിട്ടി. ഇപ്പോൾ പിന്നെ സീസൺ ആയതിനെ കൊണ്ട് ഇപ്പോൾ ഒരു 3-4 മാസമായി ഇപ്പോൾ ക്ലാസ്സിലേക്ക് ഒന്നും പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റേഴ്സ് ഉണ്ട്, ശിഷ്യന്മാരുണ്ട്. അവരാണ് ഇപ്പോൾ ഇതൊക്കെ നോക്കി നടത്തുന്നത് ക്ലാസ്. അപ്പോൾ അതിന് വേറെ അംഗീകാരമായിട്ട് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഉണ്ട്. ഓരോ ബെൽറ്റ് എടുക്കുമ്പോഴും സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബെൽറ്റിന് ലാസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? ലാസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് അല്ല, അതിന് ഡാൻ അനുസരിച്ച് ഇനിയും കൂടും. ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, അങ്ങനെ ഒരു തേർഡ്, അതുപോലെ തന്നെ അങ്ങനെ. എൻ്റെ മാസ്റ്റർ ഇപ്പോൾ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. സോറി 6th. അങ്ങനെ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ മെയിനായിട്ട് തെയ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർഷ്യൽ ആർട്സിൻ്റെ നമ്മളെ ക്ലാസ് തന്നെ ഉണ്ട് ഇപ്പോൾ കാവുമ്പട്ടത്ത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യും കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ തെയ്യം കലാകാരന്മാർ ആരെങ്കിലും പഠിക്കാൻ വരുന്നുണ്ട് അവിടെ? തെയ്യം കലാകാരന്മാർ 1-2 പേര് നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ തെയ്യമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കല്ലോ. അല്ലാതെ പലരും ചോദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ തെയ്യം കെട്ടിയാടാൻ ഇന്ന സമുദായക്കാരാണല്ലോ തെയ്യം കെട്ടിയാടാൻ പണ്ടേ ഇത് അതിനൊരു അവകാശം കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നാലേ നമുക്ക് പഠിപ്പിക്കാനാവും. അല്ലാതെ ഇപ്പോൾ എല്ലാവരും നമുക്ക് തെയ്യം പഠിപ്പിക്കാനാവും. തെയ്യത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്, ഈ മാർഷൽ ആർട്സ് ശരിക്കും തെയ്യം കിട്ടുന്ന ആള് മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം നിർബന്ധമാണ്. ആദ്യം ഒരു തെയ്യം കലാകാരൻ ഈ മാർഷ്യൽ ആർട്സ് പഠിച്ചിരുന്നത് കളരിയായിരുന്നു. അതെ. ഒരു കളരിക്കാരനെ ഈ മെയ്യഭ്യാസത്തോടു കൂടി ഈ തെയ്യത്തെ വളരെ മനോഹരമാക്കാൻ പറ്റും. വെറുതെ ഇങ്ങനെ ചില തെയ്യങ്ങളൊക്കെ ഉണ്ടാവും, പയറ്റി തെളിഞ്ഞ വീരന്മാര് മൺമറഞ്ഞു പോയി. ഇപ്പൊ കതിവനൂർ വീരൻ തെയ്യം, അതിന്റെ തോറ്റമൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഒരു കളരിക്കാരനല്ലാതെ ആ ഒരു തെയ്യം ചെയ്യാൻ പറ്റില്ല. കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് മാർഷ്യൽ ആർട്സിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ഒരു കലയിൽ. അത് നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. പക്ഷെ നമുക്ക് അന്ന് നമ്മുടെ നാട്ടിൽ കളരി ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ കരാട്ടയിലേക്ക് കയറുകയും അങ്ങനെ കരാട്ടയിൽ ഒരു 5 വർഷത്തോളം കളിച്ചതിന് ശേഷം ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഇപ്പോഴും ഇപ്പൊ കളി ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. കാരണം ഈ 3 മാസം നല്ല ഹാർഡ് വർക്കായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമതും ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ്. ഇനി കുറച്ച് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ശരീരത്തിന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കളിയിലേക്ക് ഇറങ്ങണം. ഇതിന് അപ്പോൾ ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കിയായിരിക്കും ഇപ്പം പഠിപ്പിക്കാൻ? ഉണ്ട്, ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നിതീഷ് ചേട്ടാ, പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു 15-ാം വയസ്സ് മുതൽ പിന്നെ തെയ്യം കെട്ടാൻ ഇറങ്ങി. തെയ്യം കെട്ടാൻ 15-ാം വയസ്സ് മുതൽ ഇറങ്ങിയാൽ ഒരിക്കലും നമുക്ക് തെയ്യം കെട്ടാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ബേക്കിൽ ഒരുപാട് ചടങ്ങുകളും ഇതൊക്കെ പഠിക്കേണ്ടതില്ലേ? അപ്പോൾ അതെല്ലാം എത്രാം വയസ്സ് മുതലാണ് തുടങ്ങിയത്? ആരെ കീഴിലാണ് നിങ്ങൾ തെയ്യം കെട്ടാൻ ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങിയത്? നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ തെയ്യം അല്ലെങ്കിൽ തെറയാട്ട കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. അപ്പോൾ വളരെ മുന്നേ തന്നെ നമ്മൾ ഇതുമായിട്ടൊരു പരിചയമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അണിയറയിലൊക്കെ പോകലുണ്ട്. അണിയറയിൽ കുറെ കണ്ടുപഠിക്കാനുണ്ട്. ഈ കെട്ടിയാട്ടത്തിൽ അണിയറയിൽ ഒരുപാട് ചടങ്ങുകൾ, അതൊന്നും ആരും പറഞ്ഞു തരില്ല. അങ്ങനെ തന്നെ ചമയം എങ്ങനെയാണ് ഒരാൾക്ക് ചമയിച്ചു കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമുക്ക് ഏകദേശം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു തെയ്യം കെട്ടിയാടാനുള്ളൊരു ശാരീരിക ക്ഷമത വന്നു കഴിഞ്ഞാൽ ആർക്കും കെട്ടാം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 15 വയസ്സിൽ അത്യാവശ്യം തെയ്യം കെട്ടാനായി, എനിക്ക് കെട്ടാനാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ കെട്ടി തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി. ഗുരുനാഥന്മാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ പാരമ്പര്യ ഗുരുക്കന്മാർ തന്നെ. ഒന്ന് എൻ്റെ വല്യച്ഛനുണ്ട്, ഞാൻ അച്ചാച്ചൻ എന്ന് വിളിക്കുന്ന ചെറിയുണ്ണി പെരുവണ്ണൻ. പിന്നെ അച്ഛൻ ഇപ്പം നേരത്തെ പറഞ്ഞ ശ്രീധരൻ പെരുവണ്ണൻ. കൂടാതെ പിന്നെ ഞാൻ പുറത്ത് അത്യാവശ്യം മറ്റ് സമുദായത്തിൽ പോയിട്ടും ഇത് അഭ്യസിച്ചിട്ടുണ്ട്. അതിൽ ഒരു എടുത്തു പറയത്തക്കുള്ള ഒരു ഗുരുനാഥനാണ് ഏഷ്യാട് കുഞ്ഞിരാമൻ മുന്നൂറ്റാൻ.
അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ കൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മലയ സമുദായത്തിൽ ഇവിടെ ഞങ്ങളുടെ ഈ ദേശത്ത് അത്രയ്ക്കും വളരെ ഭംഗിയായിട്ട് ഭഗവതിൻ്റെ എല്ലാ കെട്ടിയാട്ടങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കോലധാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. സത്യൻ പണിക്കരായിരുന്നു. അവരൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലും കുറച്ച് പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കണ്ടുപഠിക്കുകയും ചെറിയ കാര്യങ്ങൾ സംശയം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കീഴിൽ അഭ്യസിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏത് പരിപാടി ഉണ്ടെങ്കിൽ കാണാൻ പോവുക, അദ്ദേഹത്തിന് കുറേ കണ്ടുപഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കണ്ടുപഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മുത്തപ്പൻ, ഞങ്ങളെ കണ്ണൂരിൻ്റെ സ്വന്തം ദൈവമായ മുത്തപ്പൻ, എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു തെയ്യമായിരുന്നു മുത്തപ്പൻ. അങ്ങനെ മുത്തപ്പൻ്റെ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ തലശ്ശേരിയുള്ള വത്സൻ പെരുവണ്ണാൻ്റെ അടുത്ത് പോവുകയും അവിടെ നിന്നാണ് ഞാൻ മുത്തപ്പൻ പഠിച്ചത്. ഇപ്പോൾ അത്യാവശ്യം മുത്തപ്പൻ്റെ വെള്ളാട്ടം ഒക്കെ കിട്ടി. ആദ്യമായിട്ട് കൊടുമുടി വെച്ചത് ബോംബെയിലാണ്. മുത്തപ്പൻ അല്ല, മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സംശയമാണ്, ഇത് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മുത്തപ്പൻ നമ്മളെ ഈ നാട്ടിലും കെട്ടിയടിക്കുന്നുണ്ടോ? അങ്ങനെ അത്ര പ്രാധാന്യത്തോട് ഇവിടെയൊക്കെ കെട്ടിയടിക്കുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്ന് ആള് വന്നിട്ടായിരുന്നു മുന്നേ കെട്ടാറ്. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടമാവുകയും നല്ലൊരു എന്താ പറയുക വളരെ ഇഷ്ടമുള്ളൊരു ദേവനാണ് നമുക്ക് മുത്തപ്പൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വത്സൻ പെരുവണ്ണാൻ്റെ അടുത്ത് പോയി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൊടുമുടി വെച്ചു വീരാർ മടപ്പുരയിൽ. ബോംബെയിലുള്ള വീരാർ മടപ്പുരയിലാണ് എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം. മുത്തപ്പൻ്റെ കൂടിവെള്ളാട്ടായിരുന്നു. തിരുവപ്പന ആശാനും ചെറിയ മുത്തപ്പൻ വെള്ളാട്ടം ഞാനും. അങ്ങനെയാണ് കൊടുമുടി ആദ്യമായിട്ട് മുത്തപ്പൻ കെട്ടിയാടുന്നത്. അതിനുശേഷം ഇപ്പോൾ അത്യാവശ്യം വീടുകളിലൊക്കെ ഉള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ട് മുത്തപ്പൻ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളാട്ടത്തിന് ഇപ്പോൾ പോകലുണ്ട്. എന്നാലും ഇനിയും പഠിക്കാനുണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും പഠിക്കാനുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ. കാരണം ചടങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മുത്തപ്പൻ്റെ ഇതിൽ. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഒരു ഹാർഡ് വർക്ക് എന്തായാലും ചെയ്യണം. അതുമാത്രമല്ല ഓരോ തെയ്യത്തിൻ്റെയും ചടങ്ങുകളും പിന്നെ മോത്തെഴുത്തും എല്ലാം വ്യത്യാസമല്ലേ? തീർച്ചയായിട്ടും. മോത്തെഴുത്ത് ഓരോ തെയ്യത്തിനും ഓരോ മോത്തെഴുത്താണ്. അപ്പോൾ അതിനുള്ള നിറങ്ങളും വ്യത്യാസവും ഉണ്ടാവും, എഴുത്തിൽ വ്യത്യാസവും ഉണ്ടാവും. അങ്ങനെ മൂത്തെഴുത്തിനൊക്കെ ഓരോ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂത്തെഴുത്തും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പം തെയ്യത്തിൻ്റെത് പിന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അതുപോലെ തന്നെ മാർഷൽ ആർട്സിൻ്റെ പറഞ്ഞു ഞങ്ങൾ. അതെ. പിന്നെ അതുപോലെ ഇത് കൂടാണ്ട് സംഗീതത്തിനെ പറ്റിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു നിങ്ങളെ വീഡിയോ ഇതായിട്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകാറുണ്ടോ? ഒരു 4 വരി പാട്ടും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും അതിനെന്താ. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഗാനമേള പാട്ട് പാടാൻ പോകും. ട്രൂപ്പിൽ തന്നെ പോയിട്ട് പാടും. ട്രൂപ്പിൽ നമുക്കൊരു ട്രൂപ്പൊക്കെ ഉണ്ട്. ചെറിയ ട്രൂപ്പാണ്. എങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ. ആദ്യമൊക്കെ നമ്മൾ കരോക്കെ ആയിരുന്നു, കരോക്കെ ഉപയോഗിച്ചായിരുന്നു ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ഓർക്കസ്ട്രയിൽ അങ്ങനെയെല്ലാം കൂടിയുള്ളൊരു ഇതാണ്. അപ്പോൾ പാട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് പാട്ടുകാരുണ്ട്, പാട്ടുകാരൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അമ്മയുടെ കുടുംബത്തിൽ, അച്ഛൻ്റെ കുടുംബത്തിൽ 1-2 പേരുണ്ട്. പക്ഷെ അവരുടെ മക്കളൊക്കെ ഇപ്പോൾ അടിപൊളി സിംഗേഴ്സാണ് അറിയപ്പെടുന്ന. അതിൽ ഒന്ന് നാട്ടരങ്ങ് നാടൻപാട്ട് ടീമിൻ്റെ കോഴിക്കോട് ജില്ലയിൽ പ്രസിദ്ധനായ സജീവൻ കുതിരക്കോട. അദ്ദേഹമൊക്കെ ഇപ്പോൾ നല്ല പാട്ടുകാരനാണ്, നല്ല ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും എങ്ങനെയോ പാടാനുള്ളൊരു കഴിവുണ്ട് എനിക്കും തോന്നി. ഞാനും പാടി തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ട്. ഒരുപാട് സംഗീതമായിട്ട് പഠിച്ച ഞാൻ ഒരു വർഷമാണ്. പഠിച്ചിട്ടുണ്ട്. ഒരു വർഷം പഠിച്ചാലൊന്നും ആവില്ല. അങ്ങനെ ഒരു വർഷം സംഗീതം പഠിക്കാനായിട്ട് കുറച്ച് സമയം അതിന് ഇട്ടു. പിന്നെ അതവിടെ ഇട്ടു. പിന്നെ വീണ്ടും തെയ്യത്തിലേക്ക് വന്നു. ഒരു കാര്യം നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാനാവില്ല. കാരണം ഈ തെയ്യം വിട്ടിട്ട് ഒരു പരിപാടിയും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇതൊക്കെ താല്പര്യത്തോടു കൂടി കൊണ്ടുപോകുന്നുണ്ടാണല്ലോ നിങ്ങൾ ട്രൂപ്പ് നടത്തുന്നു, പാടാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞാൽ ഈ നമുക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരാൾ പാടുന്ന കാണുമ്പം നമുക്ക് പാടണമെന്ന്. പക്ഷെ ഒരിക്കലും പാടാൻ അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ലല്ലോ. ഒരു അസൂയ തോന്നും നമുക്ക്. ചില ആൾ പാടും, നമുക്ക്
അതുപോലെ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. ആ പക്ഷെ ആ ഒരു കഴിവ് എല്ലാവർക്കും ദൈവം കൊടുക്കൂല. അതെ അതെ, ആ കഴിവ് കിട്ടിയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കൊരു 4 വരി പാട്ട് കേട്ടാലോ? ഓ തീർച്ചയായിട്ടും. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഇപ്പം പാടിയ പാട്ട് സൂപ്പർ കേട്ടോ. താങ്ക് യു. കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അസൂയ വന്നു, നമുക്കിങ്ങനെ അസൂയപ്പെടാനേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ചേട്ടാ, നിങ്ങൾ ഇപ്പം സ്റ്റേജ് നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ, ഗാനമേള ട്രൂപ്പ്. അപ്പോൾ അതിൽ ആങ്കറായിട്ടും നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അതെ, ആങ്കറായിട്ട് നിൽക്കലുണ്ട്. അതെയാ? അപ്പോൾ ആങ്കറായിട്ട് ആദ്യമേ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ല, ആദ്യമൊക്കെ ഓരോരുത്തരുണ്ടായിരുന്നു. പിന്നെ ഒരാള് ഇല്ലാത്തപ്പോൾ നമ്മളങ്ങ് അതും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കയറി ചെയ്താണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഏതായാലും ഈ പാട്ട് കേട്ട സ്ഥിതിക്ക് ഒരു പാട്ടും കൂടി കേൾക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു പാട്ടും കൂടി പാടിത്തരാൻ പറ്റുമോ? ഒരു ഹിന്ദി പാട്ട്. എനിക്ക് വരിയൊന്നും അത്ര അറിയില്ല. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നിതീഷ് ചേട്ടാ, അപ്പോൾ ഈ ഫോക്ലോർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് അത് കിട്ടുക? അതുപോലെ അത് ആ അവാർഡ് കിട്ടിയത് എവിടെ വന്നിട്ടാണ് നിങ്ങളത് അവാർഡ് കൈപ്പറ്റിയത്? ഈ അവാർഡുകൾ എന്നൊക്കെ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കഴിവിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത് നാടൻ കലകൾക്കാണ് മെയിനായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മളൊരു അനുഷ്ഠാന കലയാണ് എങ്കിലും അത് ഈ നാടൻ കലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ യുവപ്രതിഭ പുരസ്കാരം ഇത്ര വയസ്സ് വരെ 40 വയസ്സ് വരെയാണ് എന്നുവെച്ചാൽ യുവാക്കൾക്ക് കൊടുക്കുന്നൊരു പുരസ്കാരമാണ് യുവപ്രതിഭ പുരസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുപൂജ അങ്ങനെയുള്ള ഫോക്ലോർ അക്കാദമി അവാർഡ് അതൊക്കെ ഒരു 65 വയസ്സിന് ശേഷമാണ് പിന്നെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ 1-2 പേർക്ക് കിട്ടിയാലോ അത് അങ്ങനെ നമുക്ക് അന്ന് കിട്ടിയാൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു. അതിന് അപേക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോക്ലോർ അക്കാദമിയിൽ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കണം. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് എന്നുള്ളത് അവർ കാണണം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് അവാർഡ് കിട്ടുക. അത് ഞാൻ കണ്ണൂർ വെച്ചിട്ടാണ് വാങ്ങിയത്. മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുടെ കയ്യിൽ നിന്ന് ഫോക്ലോർ അക്കാദമിയിൽ തന്നെ വേദിയിൽ നിന്നാണ് വാങ്ങിയത്. നിതീഷ് ചേട്ടാ, ഇപ്പം നിങ്ങൾ നമ്മളെ കോഴിക്കോട് ജില്ലയിലല്ലാണ്ട് വേറെ ജില്ലകളിൽ പോയിട്ടോ അതോ കേരളത്തിന് പുറത്തെല്ലാം പോയിട്ട് എവിടെയെങ്കിലും തെയ്യം ഇതുപോലെ കെട്ടിയിട്ടുണ്ടോ? കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ കൂടുതലും തെയ്യം ഉള്ളത്. തെയ്യം അങ്ങനെ ഇങ്ങോട്ട് കൂടുതലായിട്ടില്ല. അപ്പോൾ തിറാന്ന് തന്നെയാണ് ഇവിടെ പറയുക, തിറയാട്ടം. അപ്പോൾ കോഴിക്കോട് നമ്മുടെ കോരപ്പുഴ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തിറയാട്ടത്തിലേക്ക് മാറും. ഒറിജിനൽ അതെന്ന് വെച്ചാൽ വേറൊരു വേറൊരു രീതിയിലാണ് അങ്ങോട്ട് കോഴിക്കോട് കുറച്ച് അങ്ങ് ഉള്ളോട്ടുള്ള ഭാഗത്ത് തിറ കെട്ടിയാട്ടം നടക്കൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കൊയിലാണ്ടി ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ കുറച്ച് ജില്ലകളിൽ ഞാൻ പുറത്ത് തെയ്യം അവതരിപ്പിച്ചിട്ടുണ്ട്, തിറ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് തൃശ്ശൂർ ജില്ലയിലുണ്ട്, പത്തനംതിട്ട, അങ്ങനെ കൂടുതലായിട്ട് ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളിൽ പോയിട്ട് തെയ്യം കെട്ടിയാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
അതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബോംബെയിലാണ് എൻ്റെ പുത്തമുടി. ബോംബെയിൽ നമ്മൾ എല്ലാ മാസവും അവിടെ വെള്ളാട്ടത്തിന് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പോകാറില്ല. അത് സമയത്തിൻ്റെ ഇതുകൊണ്ടാണോ? സമയത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ആശാന് അന്ന് തിരുവപ്പന കഴിഞ്ഞേരെ 1-2 പ്രാവശ്യം കൂടി പോയിട്ടുള്ളൂ. ആശാന് ഇപ്പോൾ വയ്യ. അപ്പോൾ അതിൻ്റെ ഇതിൽ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യക്ക് പുറത്ത് ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ മുത്തപ്പൻ വെള്ളാട്ടമൊക്കെ നടക്കുന്നുണ്ട് അബുദാബി. ഞാൻ ഇത് ചോദിക്കാൻ കാരണം അതാണ്. അബുദാബിയിൽ ഇപ്പോൾ USA ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട USA മുത്തപ്പൻ്റെ വെള്ളാട്ടം നടത്തുന്നു ആദ്യമായിട്ട്. അപ്പോൾ പുറത്ത് തെയ്യം അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോയിട്ടാവും. ഞാനവിടെ ദുബായിൽ 10-11 വർഷം ഉണ്ടായതാണ്. അപ്പോൾ അവിടെ വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും തെയ്യം. ഇത് തെയ്യമല്ല, നമ്മുടെ മുത്തപ്പൻ്റെ ആ ഒരു നമ്മളെ മണ്ഡല മഹോത്സവം എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്താണ് ഉണ്ടാവല്. അപ്പോൾ അതിനുള്ള ഭാഗ്യവും അടുത്ത് തന്നെ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ചങ്ങായിമാരെ, ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുത്തപ്പൻ കെട്ടിയാടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ അവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇദ്ദേഹം വന്നിട്ട് അവിടുന്ന് മുത്തപ്പൻ കെട്ടിയാടിക്കുന്നതായിരിക്കും. അതായത് ഗൾഫിലോ അല്ല USA ലോകത്തിലെ ഏത് സ്ഥലത്ത് വേണ്ടി വന്നിട്ടും ചെയ്യാൻ തയ്യാറല്ലേ? തയ്യാറാണ്. അപ്പോൾ അതിനുള്ള അവസരം നിങ്ങൾക്കാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തെയ്യം കണ്ടിട്ട് അത് കാണേണ്ട ആ ഒരു അത്രയും പെർഫെക്ഷനാണ് തെയ്യം എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഞാനന്ന് കണ്ടിട്ട് അത്രയും ആരാധന എനിക്ക് അത്രയും ഇതായിരുന്നു. ദൈവം ശരിക്കും താഴ്ത്തിറങ്ങി വന്നിട്ട് ഉള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക ഇദ്ദേഹത്തിൻ്റെ തെയ്യം കണ്ടാൽ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പർ അതിൻ്റെ അകത്ത് വെക്കാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ വന്ന് ചെയ്യുന്നതായിരിക്കും. നിതീഷ് ചേട്ടാ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം തെയ്യം കെട്ടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ടായ ഒരു നല്ല അനുഭവവും ഒരു ചീത്ത അനുഭവം അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് എന്തായാലും നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ട് വിശ്വാസികളുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ. ഒരുപാട് വിശ്വാസികൾ ഉണ്ടാകുന്ന ഒരു വേദിയിലാണ് ദൈവം ഇറങ്ങുന്നത്. ദൈവം മണ്ണിൽ ഇറങ്ങി വരുന്നു എന്നാണ്. ഒരു അനുഷ്ഠാന കലയായി മാറാനുള്ള കാരണവും അതാണ്. അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഭക്തന്മാർ നമ്മളെ അത്രയും ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. പക്ഷെ ഇതിന് വിപരീതമായിക്കൊണ്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ മദ്യപിച്ച് വരികയും അതുപോലെ തന്നെ തെയ്യത്തിനോട് കോമാളിത്തരം കാണിക്കുകയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ വർഷം തന്നെ അങ്ങനത്തെ ഒരു അനുഭവം. ജസ്റ്റ് കമൻ്റ് അടിക്കുക, മോശം കമൻ്റ് അടിക്കുക, ഈ കാല് ചിലപ്പോൾ നമ്മൾ അത്രയും സ്പീഡിലൊക്കെ കളിക്കുമ്പോൾ ഒരാൾ വിചാരിച്ചാൽ മതി ഈ തെയ്യത്തിനെ ഇല്ലാണ്ടാക്കാൻ. ഒന്ന് കാലിങ്ങോട്ട് വെച്ചാൽ തെയ്യക്കാരെ കോലധാരി അവിടെ വീഴും. അതെ, ആ കോലധാരി അവിടെ വീഴും. അങ്ങനെ ആ തെയ്യം പിന്നെ സത്യം പറഞ്ഞാൽ കുളമാവും, അല്ലെങ്കിൽ കുളമായി പോവും. അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഷയാണ് അത്. ആ തെയ്യത്തിൻ്റെ ഈ ഒരു പ്രഭ നഷ്ടപ്പെടും. തെയ്യം വീണ് കഴിഞ്ഞ് അങ്ങനെ അബദ്ധത്തിൽ വീഴുന്നവരുണ്ട്, അബദ്ധത്തിൽ തെയ്യം കിട്ടുമ്പം വീഴുന്നവരുണ്ട്. പക്ഷെ അതല്ല, ഇങ്ങനൊരു ദുരനുഭവങ്ങൾ ഉണ്ട് ഇതിൽ. അത് ഏതൊരു ഫീൽഡിലും നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ അതൊക്കെ അംഗീകരിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുക. അല്ല, ഞാനിപ്പോൾ ഒന്ന് ഇടപെട്ടോട്ടെ. എൻ്റെ അമ്മ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. അമ്മ എപ്പം പറയും, വന്നിക്കാൻ കഴിയില്ലെങ്കിലും നിന്ദിക്കരുത്. അതെ അതെ അതെ, അതേപോലെയാണ് സംഭവം. ഇത് അതാണ്, വിശ്വാസമുള്ളവർ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോട്ടെ, വിശ്വാസം ഇല്ലാത്തവർ അവരുടെ അതിൽ നിന്നോട്ടെ. പക്ഷെ ഈ എല്ലാ വിശ്വാസികളുടെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അത് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും വ്രതാനുഷ്ഠാനത്തോടു കൂടി ഈ ഒരു തെയ്യം കെട്ടി ആടുമ്പോൾ നമുക്കും ഉണ്ടാവും അത് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അതെ, തെയ്യം കെട്ടുന്നവരും മനുഷ്യന്മാരാണ്. അതെ അതെ അതെ, ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. അത് എവിടെ എങ്ങനെ വെച്ച് ഒന്നൊന്നും ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നില്ല. പക്ഷേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നോട് ആർക്കെങ്കിലും അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓരോന്നും പശ്ചാത്തപിക്കട്ടെ. കാരണം അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഇങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ, ആർക്കും മനസ്സിൽ ഇങ്ങനെ തോന്നാണ്ടിരിക്കട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിതീഷ് ചേട്ടാ, പിന്നെ നിങ്ങൾ ഈ തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീസണൽ ഇതാണല്ലോ. അതെ അതെ, നമുക്കൊരു സീസണാണ് തെയ്യം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് തെയ്യം തുടങ്ങുന്നത് ജനുവരി, ഒരു മകരമാസമാണ് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങുക. മകരം, കുംഭം, മീനം, മേടം, ഈ 4 മാസേ തെയ്യം ഉണ്ടാവും.
അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എങ്ങനെയല്ലാന്ന് അതിന്റെ കാര്യങ്ങൾ? ഒരുപാട് ജോലികളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓട്ടോയിൽ ഡ്രൈവറായിട്ട് ഓട്ടോറിക്ഷയിൽ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ മാർഷ്യൽ ആർട്സിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ക്ലാസ് എന്ന രീതിയിൽ ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാകലുണ്ട്. പിന്നെ ഞാൻ സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ടുണ്ട്. സെയിൽസ്മാൻ ആയിട്ട് നിന്നു, ഒന്ന് ജിമാർട്ടിൽ നിന്നു, പിന്നെ ടാറ്റ മോട്ടോഴ്സ് ഇതിലൊക്കെ നിന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ലീവ് നിർബന്ധമാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് മേഖലയിൽ അത്രയൊന്നും ലീവ് ഒരാൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഫീൽഡ് അല്ല അത് എന്ന് ബോധ്യമായതിനു ശേഷം അതിൽ നമ്മൾ ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഇപ്പോൾ ഇതന്നെ പരിപാടി, എന്ത് പണിയും പരിപാടിയും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് മാത്രമല്ല വെച്ചാൽ അവിടെ അവർ പറയുന്ന ദിവസമല്ലേ ലീവ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് ചിലപ്പോൾ തെയ്യത്തിന്റെ ദിവസം ലീവ് നടക്കില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലീവോ കാര്യങ്ങളോ നമുക്ക് കിട്ടില്ല. നിതീഷ് ചേട്ടാ, നിങ്ങളെ ഈ ഗ്ലാമറിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരണം. പിന്നെ നിങ്ങളെ ഫാമിലിനെ പറ്റി അച്ഛൻ, അമ്മ, ഏട്ടൻ അവരെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിച്ചോ? കല്യാണത്തിന്റെ എന്നാന്ന് അതിന്റെ ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കല്യാണം ഇതുവരെ ആയിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം അതെന്തുകൊണ്ടാണ്? നോക്കാത്തോണ്ടാണോ അതോ? നോക്കാത്തോണ്ടാണ്. അപ്പോ ഭയങ്കര ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ. നല്ല മഞ്ചനാണ് ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണുന്നത് പറയാതിരിക്കാൻ പറ്റൂല. സ്റ്റൈലും ആ ബോഡിയെല്ലാം കണ്ടാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. നോക്കി വെച്ചോ. അതാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കുന്നുണ്ട്, നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ പറയണമെന്ന് വെച്ചാ, പിന്നെ നമ്മളെ വർത്തമാനത്തിലായി ഓരോ ഇതിലായപ്പോൾ വിട്ടുപോയി. ഈ സ്ഥലത്തിന്റെ പേരും ആ സ്ഥലത്തിന്റെ മനോഹാരിതയായ എന്നാ രസം കാണാൻ. ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. അത് നമ്മളിപ്പോൾ മൂഴിക്കിമിത്തലാണ് ഉള്ളത്. മൂഴിക്കിമിത്തൽ അതിൻ്റെ എൻഡിലാണ്. ഈ പാലത്തിൻ്റെ അപ്പുറം മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറും. അപ്പോൾ 2 പഞ്ചായത്താണ്. അല്ല, ഇത് മുനിസിപ്പാലിറ്റിയും ഇത് നടുവണ്ണൂർ പഞ്ചായത്തും. നടുക്ക് ഈ അതിൻ്റെ പാലത്തിൻ്റെ അടുത്താണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഒരുപാട് പേര് ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടല്ലേ, ഒക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം ഞങ്ങളോട് പറഞ്ഞത്, നമുക്കൊരു ഔട്ട്ഡോർ കൂടി ഇതിൽ ചെയ്യാം. ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, സ്ഥലം കാണാം. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതെ, ഇവിടെ വന്ന് നിന്നാൽ ശരിക്കും സങ്കടമുള്ള സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം വരും എന്തായാലും. പിന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അധികം ആഴമൊന്നുമില്ല. ഇപ്പൊ പിന്നെ വെള്ളം ഇത്തിരി കലങ്ങിയതിനെ കൊണ്ട്, മഴ പെയ്തതിനെ കൊണ്ട് ഇപ്പൊ ഒന്നും ആരും കുളിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെല്ലാം നീന്തം പഠിക്കാൻ അത്ര ആഴേ ഉള്ളൂ, മുട്ടിന് വെള്ളേ ഉള്ളൂ ഇവിടെയൊക്കെ. ഇത് ചേട്ടാ, നിങ്ങൾ ഈ ഗ്ലാമറെല്ലാം കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള പിന്നെ അത്രയും ഗ്ലാമർ ഉണ്ട്. സിനിമയിലെ ആൽബത്തിലായിട്ട് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ? ആൽബം എന്ന് പറയുന്നത് ഞാൻ ഭക്തിഗാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ, ആ ഒരു സോങ്ങിൽ. പിന്നെ ഞാൻ പിന്നെ പറയായിട്ടാണ് ഒരു 2 സിനിമ നമ്മുടെ തെയ്യം ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ തെയ്യത്തെ അത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരുപാട് ചിത്രങ്ങൾ, മലയാള ചിത്രങ്ങൾ നമ്മൾ കണ്ടു. കളിയാട്ടം എന്നൊക്കെ പറയുന്നത് ചലച്ചിത്ര ആ ഒരു ഫീൽഡിൽ ഏറ്റവും നല്ല സിനിമയാണ്. ജയരാജിന്റെ കളിയാട്ടം എന്ന് പറയുന്നത് അതൊക്കെ ഏത് സമയവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ബിറ്റുകൾ ഇങ്ങനെ കാണും. സുരേഷ് ഗോപി വളരെ അങ്ങനെയല്ല, അങ്ങനെ എനിക്കൊരു അവസരം വന്നു. ഒരു ദേശക്കാരൻ എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ റിലീസാകാൻ ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞു. അതിൻ്റെ ഡബിങ് കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞു. മിക്സിങ്ങൊക്കെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് ഇറങ്ങുന്നാ പറയുന്നത്. കുറേ അവാർഡിനൊക്കെ അയക്കാനുണ്ട്. അതിൽ ഞാൻ ഒരു 5-6 തെയ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ. ആ സിനിമയിൽ 6 തെയ്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ നായകൻ്റെ ആപ്പനായിട്ടൊരു ആ റോളും എനിക്ക് തന്നു. അടിപൊളി. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവര് നിർബന്ധിച്ച് ചെയ്യിച്ചപ്പോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചെയ്യുന്നതിൽ ഫസ്റ്റ് വലിയൊരു ക്യാമറയും ഒരുപാട് ക്യാമറ ഒക്കെ കാണുമ്പോൾ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ചെയ്യുന്നല്ലേ. അന്നൊക്കെയാണ് നമ്മൾ ഈ വലിയ ക്യാമറ ഗിംബൽ അതൊക്കെ ഇട്ട് തെയ്യത്തിന്റെ പിറകെ ഓടണല്ലോ. തെയ്യം അത് ചെയ്യുമ്പോൾ അവർക്ക് ആ ഷൂട്ട് കിട്ടണമെങ്കിൽ തീർത്ത് തെയ്യത്തിന്റെ വഴി ഇങ്ങനെ പോകണം. അങ്ങനെയുള്ള ആ സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് സിനിമാക്കാരെ പരിചയപ്പെടാനായി. പിന്നെ ഈ അടുത്ത് ഒരു ഒപ്പീസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സോജൻ
ജോസഫിൻ്റെ, സോജൻ സാറ്, അതിൽ ഷൈൻ ടോം ചാക്കുവാണ് നായകൻ, പിന്നെ ഒരു കന്നഡ നടനുണ്ട്, പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അതിലും ഇങ്ങനെ ഒരു ഉത്സവം, ഒരു ക്ഷേത്രം അല്ലെങ്കിൽ തെയ്യം കാണാനായിട്ട് ഉള്ളൊരു ആ ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്ന ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അവസരങ്ങൾ വരുന്നുണ്ട്. ഇനി അപ്പോൾ സിനിമയിലും കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഇനി വേറെ സിനിമയിൽ വിളിച്ചാൽ പോവോ? താല്പര്യമുണ്ടോ? സിനിമയിലൊക്കെ എന്ന് പറയുന്നത് വിളിക്കാറുണ്ട്, പോകണം. അഭിനയം, സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെ സ്വപ്നമാണ്. അതിനുവേണ്ടി പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു തെയ്യം ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ നേരിട്ട് ആ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. ആര് കാലും പിടിക്കാതെ നേരിട്ട് നമ്മളെ വിളിക്കുന്നു, ഡയറക്ടർ ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതിന് എന്താ? കാരണം കേരളത്തിൽ അങ്ങനത്തെ സിനിമയുണ്ടല്ലോ, കേരളത്തിൽ അങ്ങനത്തെ സിനിമയുണ്ട്. അപ്പോൾ തെയ്യം ചെയ്യുന്നതിന് എന്താണ്? അന്നൊന്നും ഇല്ലാത്ത വിലക്ക് ഒന്നും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള, അല്ലാണ്ട് തെയ്യത്തെ ഒരു പ്രഹസനമാക്കാനുള്ളൊരു സിനിമയാണെന്ന് വെച്ചാൽ നമ്മളില്ല എന്നാണ്. അപ്പോൾ എല്ലാം തെയ്യത്തിൻ്റെ ഇത്. അതെ, നമ്മളിവിടെ നിൽക്കുന്നതും നിങ്ങളൊക്കെ നമ്മളെ തേടി വരാനും എല്ലാത്തിനും ഉള്ളൊരു കാരണം തെയ്യം അല്ലെ തിറ എന്ന മഹാസംഭവമാണ്. അതിന്നും മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ സീസൺ ടൈമിൽ അതിനെ അത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിതീഷ് ചേട്ടാ, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം തെയ്യങ്ങൾ കെട്ടാനുള്ള ഒരു പിന്നെ ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവം തരട്ടെ. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ടും തെയ്യം കെട്ടാൻ ആഗ്രഹമുണ്ടെന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞു. അതിനും ഒരുപാട് സാധ്യതകൾ ഉണ്ടാകട്ടെ. സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ വെച്ചാൽ എന്നെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഒരു മടിയും കൂടാണ്ട് അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പല ആൾക്കാരോടും ഇങ്ങനെ സമീപിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ഡിമാൻഡ് കിട്ടലും, ഇത് വിളിക്കുന്നതിനിടയ്ക്ക് നമ്മളോട് അത്രയും സന്തോഷത്തോടു കൂടി സമ്മതിച്ച് ഇങ്ങ് വാ, എല്ലാ ഇതും ചെയ്തുതരാൻ തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലടക്കം കൂട്ടാൻ വന്ന ആളാണ്. അപ്പോൾ അതിന് ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കുമെന്ന്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കില്ല കേട്ടാ. പിന്നെ നിങ്ങളെ ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടില്ലേ? ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ്, തെയ്യത്തിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കലാണ്. പിന്നെ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.